ബൈബിളിൽ ഏശയ്യ 51:9 വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക, കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക, ഉണർന്ന് ശക്തി. എന്ത് ശക്തിയാണ് ധരിക്കേണ്ടത്? പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മൾ ധരിക്കണമെന്നാണ് പറയുക. 77-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. പല വിധത്തിൽ ഞാൻ നിങ്ങളും ദുഃഖത്തിന്, കയ്പിന്, പരാജയങ്ങൾക്കൊക്കെ അധീനരായ ഒരു അനുഭവം നമുക്കുണ്ടാകാം. എന്നാൽ ആ കാരണങ്ങളൊന്നുമല്ല അതിൻ്റെ കാരണം. പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയാത്തതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുത്ത് അവയെല്ലാം മനോഹരമായി പരിഹരിക്കും. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഹല്ലേലൂയ. നമുക്കൊന്ന് ചാടി എണ്ണീക്കാം, ഉണർവോടെ ചാടി എണ്ണീക്കുക വേഗം. താളത്തിൽ കരമടിക്കാം, താളത്തിൽ. പോരാ, ശക്തി പോരാ. കരമൊന്ന് ഉയർത്തിയടിക്കാമോ? കരം താത്തി. എന്നെ അയക്കണമേ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ നാമം കീർത്തിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ നാമം കീർത്തിക്കാൻ. നാമം ഘോഷിക്കാൻ. ലോകത്തിന്റെ അതിഥികളോളം നാമം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ. കരമയത്തടിച്ചേ ഉണർവോടെ ഒന്ന് ചലിച്ചുകൊണ്ട് കാലുകളൊന്ന് മാറ്റി ചവിട്ടി. പരിശുദ്ധാത്മാവ് നിറയട്ടെ, ശക്തി നിറയട്ടെ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോൾ ഉണവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോൾ ആഗ്രഹത്തോടെ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ. കരമയത്തടിക്കുന്നു ഉണർവോടെ ശക്തിയോടെ. ശക്തി നിറയുന്നു. പീഡനമേൽക്കും ദേശങ്ങളിൽ നിന്റെ
ചൊരിയണമേ. ഭീകരമേൽക്കും ദേശങ്ങളിൽ നിന്റെ വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. അഭിഷേകം നീ പകരണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നെ അയക്കണമേ നിൻ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ നിൻ നാമം കീർത്തിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ നിൻ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ നിൻ നാമം കീർത്തിക്കാൻ. ലോകത്തിന്റെ അതിർത്തികളോളം നാമം ഘോഷിക്കാൻ. ലോകത്തിന്റെ അതിർത്തികളോളം നാമം ഘോഷിക്കാൻ. ആത്മാവേ കരമുയർത്തി അടിക്കുന്നു. ആത്മാവേ എന്നെ അയക്കണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകം മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ അയക്കണമേ എന്നാണ് നമ്മൾ ഈ ഗാനത്തിലൂടെ പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറഞ്ഞ് ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ അവസാനം വരെയും സൂക്ഷിക്കുവാനും സുവിശേഷം ലോകത്തിന് നൽകുവാൻ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കൃപ ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന അനേക വ്യക്തികളുണ്ട്. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാൻ അവസരമുള്ളപ്പോൾ അത് നിഷേധിക്കപ്പെട്ട് തടവറയിലായിരിക്കുന്ന അനേകരെ ഈ രാത്രിയിൽ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരുടെ വേദനയെ അവിടുന്ന് സ്വീകരിക്കണമേ. അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് കാണണമേ. കർത്താവേ, അവരുടെ ഏകാന്തതയുടെ അനുഭവങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ലോകം മുഴുവനും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവിടുന്ന് മാത്രമാണ് ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കപ്പെടുവാൻ അവരുടെ വേദനയെ അവിടുന്ന് പ്രത്യേകമായ കാഴ്ചയായി സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി അധ്വാനിക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകരെയും സുവിശേഷ മുന്നേറ്റങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് പുതിയൊരു അഭിഷേകത്തിനായി സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും ഒരു പന്തക്കുസ്തായ്ക്ക് വേണ്ടി വീണ്ടും ഒരുക്കപ്പെടുവാനായിട്ട് തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. കർത്താവെ, എല്ലാ ഭൂഖണ്ഡങ്ങളെയും അങ്ങയുടെ ആത്മാവിനാൽ വീണ്ടും നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഭൂമുഖത്തെ നവീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തി, മനസ്സുയർത്തി, ഹൃദയമുയർത്തി നമുക്ക് കർത്താവിനെ ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യൻ വസിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും അങ്ങയുടെ ജീവന്റെ സുവിശേഷം എത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മക്കളെയും ഈ രാത്രിയിൽ ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദേശങ്ങളിൽ നിന്റെ വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. പീഡനമേൽക്കും ദേശങ്ങളിൽ നിന്റെ വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. അഭിഷേകം നീ പകരണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരണമേ പരിശുദ്ധാത്മാവേ. രക്തസാക്ഷികളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചെക്കോസ്ലോവാക്കിയ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനൊരു രാജ്യമില്ല. 1993 ജനുവരി 1-ാം തീയതി ഈ രാജ്യം 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇപ്പോഴുള്ളത് ചെക്ക് റിപ്പബ്ലിക് എന്നൊരു രാജ്യവും സ്ലോവാക്ക് അല്ലെങ്കിൽ സ്ലോവാക്കിയ എന്ന രാജ്യവുമാണ്. ഈ വിഭജനം നടന്നത് രക്തം ചൊരിയാതെ രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ ആണ് എന്നതിനാൽ ഈ വിപ്ലവത്തെ വിളിക്കുന്നത് വെൽവെറ്റ് റെവല്യൂഷൻ, വെൽവെറ്റ് വിപ്ലവം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിനു മുമ്പ്, അതായത് കൃത്യം പറഞ്ഞാൽ 1990 മുമ്പ് ചെക്കോസ്ലോവാക്കിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവിടെയുള്ള സഭ കഠിനമായി ഞെരുക്കപ്പെട്ടു. വിശ്വാസം പരസ്യമായിട്ട് പ്രഘോഷിക്കുവാനുള്ള അവസരം സഭയ്ക്ക് നിഷേധിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു ആ വർഷങ്ങൾ. ബിഷപ്പുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, വൈദികരെ നാടുകടത്തി, പള്ളികളെല്ലാം അടച്ചുപൂട്ടി ചെക്കോസ്ലോവാക്യയിൽ. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ കഠിനമായ പരീക്ഷയുടെ നാളുകളിൽ, അഗ്നിശോധനയുടെ നാളുകളിൽ ഇതിനെ വളരെ ധീരമായി നേരിട്ട 10,000-കണക്കിന് വിശ്വാസികൾ ആ രാജ്യത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം അവരെ വിളിക്കുന്നത് നിർഭയം, നീതിയിലും പരിശുദ്ധിയിലും ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്? ഭയമില്ലാതെ നീതിയിലും പരിശുദ്ധിയിലും ദൈവത്തെ ശുശ്രൂഷിക്കുന്ന അനേകര് ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നാപക യോഹന്നാന്റെ പിതാവായ സക്കറിയായുടെ വാക്കുകളാണിത്. അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. അക്ഷരാർത്ഥത്തിൽ ഈ പ്രവചനം നമുക്കറിയാം സ്നാപക യോഹന്നാൻ തൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റി. രാജാവിൻ്റെ മുമ്പിലും നിർഭയനായിരുന്ന അദ്ദേഹം രാജാവിൻ്റെ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്ത സ്നാപക യോഹന്നാന് തൻ്റെ തല വിലയായിട്ട് കൊടുക്കേണ്ടി വന്നു. പക്ഷേ അവിടെയും അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധിയിലും നീതിയിലും നിർഭയനായി
അവസാനം വരെ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഷാൻ ക്രിസോസ്റ്റം കോരക് എന്നാണ്. 1950 വൈദികനായി രഹസ്യമായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. പരസ്യമായ ശുശ്രൂഷയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ അവസരം നൽകിയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. 1951 അദ്ദേഹം രഹസ്യമായി ബിഷപ്പായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. പക്ഷേ ബിഷപ്പായിട്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. സ്വന്തമായിട്ട് രൂപതയില്ല. അദ്ദേഹം ചെയ്തത് ഈ നാളുകളിൽ ഒരു ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴും ഷാൻ ക്രിസോസ്റ്റം കോരക് എന്ന ആ ബിഷപ്പ് തൻ്റെ വിളി മറന്നില്ല. എന്തിനു വേണ്ടി ക്രിസ്തു തന്നെ വിളിച്ചു എന്നത് അദ്ദേഹം ഓരോ നിമിഷവും മനസ്സിൽ കെടാതെ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഈ ഫാക്ടറിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി രഹസ്യമായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക്, ക്രിസ്ത്യാനികളായിട്ടുള്ള തൊഴിലാളികൾക്ക് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രബോധനങ്ങൾ അദ്ദേഹം എല്ലാ ദിവസവും നൽകിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the തൻ്റെ Lord. ജീവൻ പണയം വെച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ആ ഫാക്ടറിയിൽ ജീവിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിർഭയം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അനേകര് ഈ നാളുകളിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എന്നാൽ നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ഈ ബിഷപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞു. 1960 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പക്ഷേ ഈ ജയിലിൽ വെച്ചും അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. അദ്ദേഹം ഈ ജയിലിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സഹ തടവുകാർക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകൾ നൽകുകയും ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ ഈ ശുശ്രൂഷ അദ്ദേഹം തുടർന്നു കൊണ്ടുപോയത് കൊണ്ട് ഭരണാധികാരികൾ അദ്ദേഹത്തെ വീണ്ടും ക്രൂരമായ ഒരു തടവിന് അദ്ദേഹത്തെ വിധിച്ചു. അത് ഏകാന്ത തടവായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏകാന്ത തടവാണ്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് വാസ് ദ മോസ്റ്റ് ടെറിബിൾ പണിഷ്മെൻ്റ് എന്നാണ്. 24 മണിക്കൂറും ആരോടും മിണ്ടാനില്ല. ആലോചിച്ച് നോക്കുക, ആരോടും സംസാരിക്കാനില്ല, കടുത്ത ഏകാന്തത. ആ ഏകാന്തതയിലും അദ്ദേഹം ഭയപ്പെട്ടില്ല. ആ ഏകാന്തതയും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. കാരണം ഈ ഏകാന്തതയെ മാറ്റുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അദ്ദേഹം ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 23-ാം സങ്കീർത്തനം ഇപ്രകാരം നമ്മളോട് പറയുന്നില്ലേ, കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ജീവിതത്തിൻ്റെ ഏത് നാളിലും, അത് ഏകാന്തതയിലും പ്രതിസന്ധിയിലും തകർച്ചയിലും, ദൈവത്തിൻ്റെ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നാളും ഭയമുണ്ടാവുകയില്ല. കാരണം ദൈവം അവൻ്റെ വലതുഭാഗത്തുണ്ട് എന്ന വലിയൊരു ബോധ്യം അവൻ്റെ മനസ്സിലേക്ക് ഓരോ നിമിഷവും ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത് 1 മണിക്കൂർ മെഡിറ്റേഷൻ, ധ്യാനം നടത്തിക്കൊണ്ടാണ്. ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ദിവസം ആരംഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അദ്ദേഹം ചെയ്തത്, ആ തടവറയിൽ ഏകാന്തതയിൽ ദൈവം അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാന, അത് എല്ലാ ദിവസവും അർപ്പിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നിമിഷങ്ങളിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ദ ഗ്രേറ്റസ്റ്റ് ജോയ് അനുഭവിക്കുവാൻ സാധിച്ചിരുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ സത്യമായും ദൈവപുത്രനായ യേശു ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഓരോ വൈദികനും.
ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന സ്വർഗീയമായ ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവം നൽകുന്ന ആനന്ദമാണ്. അത് ദൈവപുത്രനായ യേശു നൽകുന്ന ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1990 കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നു വീണപ്പോൾ അദ്ദേഹത്തെ സ്വതന്ത്രനായി 1991 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ബിഷപ്പ് കോരക്കിനെ കർദിനാളായിട്ട് ഉയർത്തി അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ശാരീരികമായ രോഗങ്ങളായിരിക്കാം, മാനസികമായ ഭാരങ്ങളായിരിക്കാം. എന്നാൽ ഓർക്കുക, നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കൂടുതൽ ഭാഗ്യമുള്ളവരാണ്. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്, നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് ബന്ധുക്കളുണ്ട്. എല്ലാറ്റിനുമുപരി നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനും വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ നമ്മൾ ഓർക്കണം, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇതെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പതിനായിരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വീട് നഷ്ടപ്പെട്ടു, അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു, അവർക്ക് ബന്ധുക്കളില്ല, അവർക്ക് സുഹൃത്തുക്കളില്ല. മാത്രവുമല്ല, അവരെ ജീവൻ നഷ്ടപ്പെടുന്ന മരണത്തിൻ്റെ താഴ്വരയിൽ ജീവിക്കുകയാണ്. നമ്മൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ വേദനയെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ ഒരു കാഴ്ചയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. അവർക്ക് വേണ്ടി, നമ്മളെക്കാൾ വേദനിക്കുന്നവർക്ക് വേണ്ടി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മരണത്തെ നേരിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളെ തന്നെ മറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവരെയും ദൈവം ഈ രാത്രിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തും. അവരുടെ ജീവിതത്തിൽ അവരുടെ സഹനങ്ങളെ കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ നിർഭയരായി നേരിടുവാനും സഹിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഈ രാത്രിയിൽ ദൈവം അവരുടെ മേൽ ചൊരിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ മറക്കാം, നമ്മുടെ വേദനകളെ മറക്കാം. അവരെ ഓർത്ത് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും, ആഫ്രിക്കയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, നമുക്കറിയാം വിവിധ ഭൂഖണ്ഡങ്ങളിൽ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി തടവിലാക്കപ്പെട്ടിരിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അവർ മരണത്തെ മുന്നിൽ കണ്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന, ഭവനങ്ങൾ നഷ്ടപ്പെട്ട്, ബന്ധുക്കൾ നഷ്ടപ്പെട്ട്, സ്വന്തക്കാർ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ ഓർക്കാം. ദൈവമേ, അവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളിൽ സംപ്രീതനാകുന്നൊരു പ്രാർത്ഥനയാണ്. നമുക്ക് നമ്മുടെ വേദനകളെ കാഴ്ചയായി സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ഈ രോഗത്തെ, എനിക്കുള്ള ഈ പ്രതിസന്ധിയെ, എനിക്കുള്ള ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ, എൻ്റെ ഈ ഭാരത്തെ അവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു നമുക്ക് പറയാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഈ സഭയെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷം വീണ്ടും ശക്തമായി പ്രചരിക്കുവാൻ ഇത് കാരണമാകാൻ വേണ്ടി എല്ലാ മർദ്ദിക്കപ്പെട്ടവരും കർത്താവിൻ്റെ സജീവ സാക്ഷികളായി മാറുവാനുള്ള ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം ഈ രാത്രിയിൽ അവരുടെ മേൽ ചൊരിയപ്പെടുന്നതിനായിട്ട് നമ്മുടെ ഇരു കരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അവർക്ക് വേണ്ടി ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കാം.
സ്വതന്ത്രമായി സ്തുതിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്കറിയുന്നത് പോലെ കർത്താവിനെ ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, രാത്രിയിൽ മരണത്തെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ പ്രത്യേകമായ വേദനയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, അവരുടെ മേൽ അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന അങ്ങയുടെ മക്കളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അവരുടെ വേദനകളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും ദൈവമേ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ അഗ്നി കത്തിപ്പടരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെ, പ്രൈസ് ദി ലോർഡ്.